എന്തായാലും ഭഗവാൻ പറഞ്ഞതാണ്, എന്നെ എടുത്തോളൂ, കൊണ്ടുപോയിക്കോളൂ. അമ്പാടിയിൽ യശോദാമ്മ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകിയിട്ടുണ്ട്, അവിടെ കൊണ്ടുപോയിട്ട് എന്നെ കിടത്തുക, ആ പെൺകുഞ്ഞിനെ അങ്ങോട്ടെടുക്കുക എന്ന് പറഞ്ഞു. ഈ വസുദേവരാവട്ടെ, അദ്ദേഹം കയ്യിലും കാലിലൊക്കെ ചങ്ങലിയ ബന്ധനത്തിലാണ്, കാരാഗ്രഹത്തിലാണല്ലോ. അദ്ദേഹം ഭഗവാൻ പറഞ്ഞത് തിരിച്ചെതിർത്തൊന്നും പറഞ്ഞില്ല. നമ്മളാണെങ്കിൽ എന്ത് പറയും? എടുത്തോളൂ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും, എന്താ ഭഗവാൻ ഇത്, കയ്യിലൊക്കെ ചങ്ങലയാണ്, ആദ്യം അഴിച്ചു നിന്നിട്ട് വേണ്ടേ പറയാൻ. ഭഗവാൻ അണിച്ച പഴയ ഒരു ഉണ്ണിയുടെ അവസ്ഥയിലേക്ക് നിൽക്കുകയും ചെയ്തു. എന്നിട്ട് എന്നോട് കാരാഗ്രഹത്തിൻ്റെ വാതിൽ അടഞ്ഞെടുക്കുകയാണ്, അവിടെ കിങ്കരന്മാരുണ്ട്. എന്നാൽ ഭഗവാൻ അതിന് വല്ല പരിഹാരം ഉണ്ടാക്കണ്ടേ? നമ്മളിങ്ങനെ ആലോചിച്ച് നിൽക്കും അല്ലേ? ഇതാണ് വസുദേവർ നമ്മളെ പഠിപ്പിക്കുന്നൊരു വലിയ പാഠം. എന്താണ്? അനുസരണ വളരെ പ്രധാനമാണ്. ഭഗവാന്റെ അനുഗ്രഹം നേടണമെങ്കിൽ നമുക്ക് ആദ്യം ഉണ്ടായിരിക്കേണ്ട പല ഗുണങ്ങളിൽ ഒരു പ്രധാന ഗുണം അനുസരണയാണ്. ഈ അനുസരണയ്ക്കാണ് ഭക്തി എന്ന് പറയുക. പണ്ട് മുത്തശ്ശിയോട് ഒരു കുഞ്ഞു ചോദിച്ചു, മുത്തശ്ശി എന്താ ഭക്തിച്ചാൽ? മുത്തശ്ശിക്ക് വലിയ വേദാന്തമൊന്നും അറിയില്ല. മുത്തശ്ശി ഒരു സാധാരണ മുത്തശ്ശിയാണ്. എന്നാൽ മുത്തശ്ശി ആ കുഞ്ഞിൻ്റെ തൃപ്തിപ്പെടുത്തുന്നൊരു മറുപടി പറഞ്ഞു. ഇനിയിപ്പോൾ മുത്തശ്ശിക്ക് വേദാന്തം അറിയാച്ചാലും കുട്ടിക്ക് വേദാന്തം ഭക്തി എന്ന് പറഞ്ഞാൽ പിന്നെ ഭജു സേവായ എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് മനസ്സിലാക്കാൻ കേമത്തൊന്നുമില്ല. അതുകൊണ്ട് കുട്ടിയുടെ നിലയിലേക്ക് ഇറങ്ങി വന്ന്, എന്നാൽ അതിൻ്റെ അർത്ഥത്തിൽ ഒരു ന്യൂനതയും വരാത്ത രീതിയിൽ അമ്മ പറഞ്ഞു, മുത്തശ്ശി പറഞ്ഞു, ഉണ്ണി കുമാര, ഭക്തി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്നറിയോ? ഭക്തി എന്ന് പറഞ്ഞാൽ ഭഗവാനെ അനുസരിക്കലാണ് ഭക്തി. അമ്മയെ അനുസരിക്കലാണ് മാതൃഭക്തി, അച്ഛനെ അനുസരിക്കലാണ് പിതൃഭക്തി, ഗുരുവിനെ അനുസരിക്കലാണ് ഗുരുഭക്തി, എങ്കിൽ ഭഗവാനെ അനുസരിക്കലാണ് ഭഗവത് ഭക്തി. ഭഗവാനെ അനുസരിക്കണം വെച്ചാൽ ഭഗവാൻ എന്താ പറഞ്ഞതെന്ന് ആദ്യം കേൾക്കണ്ടേ? അമ്മ പറയാണ്, നീ എന്തോടോ ഞാൻ പറഞ്ഞു ഒന്നും അനുസരിക്കാത്തത്? അപ്പം അവൻ പറയും, അമ്മ എന്താ പറഞ്ഞമ്മ? ഞാൻ കേട്ടിട്ടില്ല. അപ്പം അമ്മ എന്താ പറഞ്ഞത് എന്ന് കേട്ടാലേ അനുസരിക്കാൻ പറ്റുള്ളൂ അല്ലേ? അച്ഛൻ പറയാണ്, നീ ഈ ഒരു അനുസരണയില്ല കേട്ടോ. അപ്പോൾ അച്ഛൻ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല, അതുകൊണ്ടാണ്. അച്ഛൻ ഒന്നുകൂടെ പറയൂ എന്താണെന്നുള്ളത് അല്ലേ? അപ്പം എന്താ പറഞ്ഞത് എന്ന് നമുക്ക് വ്യക്തമായാലും അനുസരിക്കാൻ പറ്റുള്ളൂ അല്ലേ? അപ്പം ഭഗവാനെ അനുസരിക്കണമെങ്കിൽ ഭഗവാൻ പറഞ്ഞത് എന്താണെന്ന് അറിയണ്ടേ? ഭഗവാന്റെ ഉപദേശം എന്താണെന്ന് അറിയണ്ടേ? ഭഗവാന്റെ ഉപദേശമാണ് ശാസ്ത്രം. അപ്പം ശാസ്ത്രത്തിൽ പോയി ശാസ്ത്രത്തിൽ എന്ത് ഭഗവാൻ പറഞ്ഞു എന്നറിഞ്ഞാലേ ഭഗവാനെ അനുസരിക്കാൻ പറ്റുള്ളൂ. ശാസ്ത്രത്തിലുള്ളത് നമുക്ക് പറഞ്ഞു നോക്കിയാൽ മനസ്സിലാവൂ ഇല്ല. അപ്പം ഗുരുവിനെ പ്രാപിക്കണം, എല്ലാ കാര്യമായി. ഭക്തി എന്ന് പറഞ്ഞാൽ ഒക്കെ ഒറ്റ വാക്കിൽ കുട്ടിക്ക് ഉത്തരം കിട്ടി, എന്ത് അനുസരണ. അനുസരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അന്വേഷിച്ച് പോകുമ്പോൾ ഗുരു വേണം, ശാസ്ത്രം വേണം, ഒക്കെ വേണം. കുട്ടിക്കത് മതി, അനുസരിക്കലാണ്. അതുകൊണ്ട് ഭക്തിയുടെ വലിയൊരു ലക്ഷണം അനുസരണയാണ്. ഭഗവാനെ അനുസരിക്കലാണ് ഭക്തിയുടെ ആദ്യത്തെ ലക്ഷണം. ഈ ലക്ഷണത്തെ ഇല്ലാതാക്കിയവൻ, ഈ അനുസരണയില്ലാത്തവൻ ഭക്തനാണെന്ന് അഭിമാനിച്ചിട്ട് ഒരു കാര്യമില്ല. ഒരു ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ നിയമം എന്താണ് എന്നവിടെ എഴുതി വച്ചിട്ടുണ്ടാവും. എങ്ങനെ ക്ഷേത്രത്തിൽ വരണം, ആർക്കൊക്കെ വരണം, എപ്പോഴൊക്കെ വരണം എന്നെഴുതി വെച്ചിട്ടുണ്ടാവും. ആ ഭഗവാന്റെ അല്ലെങ്കിൽ ആ ക്ഷേത്ര സംബന്ധിയായ ആ ഒരു ശാസനയെ അനുസരിക്കാത്തവൻ ഭക്തനല്ല, അവൻ നിഷേധിയ. അവിടെ ശബരിമല ആയാലും ശരി, ഏത് ദിക്കായാലും ശരി, ഞാൻ തോന്നും പോലെ കയറി വരുമെന്ന് പറഞ്ഞാൽ അവളോ അവനോ ഭക്തനോ ഭക്തയോ അല്ല, താൻ തോന്നിയാണ് അവരൊക്കെ. ആദ്യം അനുസരിക്കാൻ പഠിക്കുക. ഓരോ ക്ഷേത്രവും ഒന്നൊന്നിന് വ്യത്യസ്തമാണ്. ഒരു ക്ഷേത്രത്തിലുള്ള ആചാരവും അനുഷ്ഠാനവും ആവില്ല മറ്റൊരു ക്ഷേത്രത്തിൽ. കാരണം അവിടുത്തെ ആചാരവും അനുഷ്ഠാനവും വരുന്നത് അവിടുത്തെ മൂർത്തിയുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഒരു മൂർത്തി ചിലപ്പോൾ ധ്യാനനിരതനായിരിക്കാം. അതൊക്കെ മനസ്സിലാക്കണം. അപ്പോൾ ഓരോ ക്ഷേത്രത്തിലും അവിടുത്തെ മൂർത്തിയുടെ ഭാവത്തിനനുസരിച്ച് അവിടുത്തെ ചിട്ടകളും ഒക്കെ ഉണ്ടാവും. അത് പാലിക്കാൻ തയ്യാറല്ലാത്തവൻ്റെ പേര് നിഷേധി എന്നാണ്, അഹങ്കാരി എന്നാണ്, ഭക്തൻ എന്നല്ല. ഞാനതാണെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകരുത്. മനസ്സിലായില്ലേ? അതാണ്. അപ്പോൾ ഇവിടെ വസുദേവർ നമ്മൾ പഠിപ്പിക്കുന്ന വലിയൊരു പാഠം എന്താണ്? അനുസരിക്കുക. കാരണം ഭഗവാൻ സർവജ്ഞനല്ലേ. നമുക്ക് ഭഗവാനിൽ സർവജ്ഞത്വം തോന്നാത്തത് കൊണ്ടാണ് നമുക്ക് സംശയം വരുന്നത്. ഭഗവാൻ അറിയില്ലേ കയ്യിൽ ബന്ധനം ഉണ്ടെന്നുള്ളത്? ഭഗവാൻ അറിയില്ലേ ഞാൻ കാരാഗ്രഹത്തിൻ്റെ ഉള്ളിലാണെന്ന്? ഭഗവാൻ അറിയില്ലേ പുറത്ത് കിങ്കരന്മാരുണ്ടെന്നുള്ളത്?
അതൊക്കെ അറിയണ ഭഗവാൻ എന്നോട് എടുത്തോളൂ എന്ന് പറഞ്ഞാൽ ഞാനൊന്നും നോക്കരുത്, എടുക്കുക, അത്രേ വേണ്ടൂ. ഭഗവാൻ കണ്ടിട്ടുണ്ടാവില്ല ചിലപ്പോൾ. തിരക്കിൻ്റെ ഇടയ്ക്ക് എൻ്റെ കയ്യിലുള്ള ബന്ധനവും അർച്ചതാണ്, അത് നമ്മുടെ അജ്ഞാനാണ്, അറിവില്ലായ്മയാണ്. ഭഗവാൻ നമ്മളോട് എന്ത് പറയുന്നുവോ അതനുസരിക്കുക എന്നുള്ളതാണ് പ്രധാനം. ഗീതോപദേശം കേട്ട് കഴിഞ്ഞാൽ അർജുനൻ പറഞ്ഞു, ഞാനങ്ങേ അനുസരിച്ചോളാം. അതൊരു പ്രതിജ്ഞ പോലെ അർജുനൻ പറയുന്നുണ്ട്, ഞാനങ്ങേ അനുസരിച്ചോളാം. ആ ഒരു അനുസരണം നമുക്കുണ്ടാവണം. അനുസരണമുള്ളവന് ഈശ്വരാനുഗ്രഹം ഉണ്ടാവും, സംശയമൊന്നുമില്ല. ഭഗവാൻ നമ്മളുടെ എന്തോ ഒരു ധർമാചാരത്തിലൂടെ സഞ്ചരിക്കാൻ നമ്മളെ ഉപദേശിച്ചുവോ അതനുസരിക്കലാണ് പ്രധാനം. അപ്പോൾ വസുദേവരെടുക്കാൻ പറഞ്ഞു, എന്നെ എടുത്തോളൂ, അവിടെ കൊണ്ടുപോയിട്ട് എന്നെ കിടത്തിക്കോളൂ എന്ന് പറഞ്ഞു. ഭഗവാൻ കുഞ്ഞിൻ്റെ രീതിയിലേക്ക് പോയി. ആ മഹാത്മാവ് കുഞ്ഞിനെ അങ്ങോട്ട് എടുത്തു. ഭഗവാൻ അനുസരിച്ചോട് കൂടിയിട്ട് എന്താ കയ്യിലെ ചങ്ങലൊക്കെ പൊട്ടി വീണു. നേരെ കാരാഗ്രഹത്തിൻ്റെ വാതിലിൻ്റെ അടുത്തേക്ക് നടന്നു. അടഞ്ഞു കിടക്കണ വാതിൽ താനെ തുറന്നു. കിങ്കരന്മാരപ്പുറം നിൽക്കുന്നുണ്ട്, അവർ നിദ്രയിലേക്ക് പോയി. നേരെ പോയി എന്ത് ചെയ്തു, തടസ്സങ്ങളും വിഘ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഭഗവാനെ കയ്യിലെടുത്തത് കൊണ്ട് എല്ലാ പ്രതിബന്ധങ്ങളും എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുകയാണ് അവിടെ. അപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് ബന്ധനങ്ങളുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മുന്നോട്ടുള്ള വഴി അടഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ ശത്രുക്കൾ ഉണർന്നിരിക്കുന്നുണ്ടെങ്കിൽ ഒറ്റ വഴിയുള്ളൂ, ഭഗവാനെ സ്വീകരിച്ചുകൊള്ളുക. ആരാണോ ഭഗവാനെ മാറോട് ചേർത്ത് ജീവിക്കുന്നത് അവൻ്റെ ബന്ധനങ്ങൾ അവൻ്റെ തടസ്സങ്ങൾ, അവൻ്റെ ദുരിതങ്ങൾ നീങ്ങിക്കിട്ടും. ഭഗവാനെ വിളിച്ചോളൂ, നീ ഭഗവാനെ കൂടെ കൊണ്ടു നടക്കൂ. നമ്മളറിയും ഇനി എങ്ങനെയാണ് ഭഗവാനെ ജീവിക്കുക, മുന്നോട്ടുള്ള വഴി കാണുന്നില്ലല്ലോ, ഒരു വഴിയും തെളിയണില്ലല്ലോ. ഭഗവാനെടുക്കൂ, ഹൃദയത്തിൽ ഭഗവാനെ വസുദേവരെടുത്ത പോലെ കൊണ്ട് ചേർത്ത് പിടിക്കൂ. അപ്പം വഴി പുതിയത് തുറക്കണത് കാണാം. നമുക്ക് ഈ ഭഗവാനെ ഉള്ളിലെടുക്കാത്തത് കൊണ്ട് ആ വഴി ഉണ്ടാവും, കാണില്ല. വഴിയില്ലാഞ്ഞിരുന്നല്ല, വഴി ഉണ്ടാവും, കാണില്ല. അന്ധതയാണ് കണ്ണിൽ വരിക. ഈ ഭാഗമൊക്കെ എന്തൊരു ഊർജമാണ് നമുക്ക് നൽകുന്നതെന്നറിയോ? വല്ലാത്തൊരു ഊർജ്ജമാണ് നൽകുന്നത്, വല്ലാത്തൊരു ഊർജം.